ഹലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു എൻ്റെ കുട്ടികളുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ കുട്ടികൾ പറയുന്നത് അവരിപ്പോൾ 1ാം ക്ലാസ്സിലാണേ പഠിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളെ ഗവൺമെൻറ് സ്കൂളിൽ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ഇതിനിടയ്ക്കൊരു വാർഷികം ഉണ്ടായിന് അവരുടെ സ്കൂളിൽ. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവർ എല്ലാവരും അവരമ്മമാരും എല്ലാം പോയിന്. അപ്പോൾ വാർഷികത്തിന് അവർ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് 1ാം ക്ലാസ്സിലുള്ള കുട്ടികളാണെന്ന് എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊന്നും ഇംഗ്ലീഷ് അങ്ങനെ പ്രസംഗിക്കാനൊന്നും ആവില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്. ഞാനും എല്ലാം 1ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ. 1ാം ക്ലാസ്സിൽ സാധാരണ ഒരു അക്ഷരം മാത്രമല്ലേ പഠിക്കുള്ളൂ. ആ ഈ ഊ അങ്ങനെ ഒരു 10 വരെ എണ്ണം അങ്ങനെയല്ലല്ലേ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളൂ. അത് 2ാം ക്ലാസ്സിലെത്തിയതിന് ശേഷമേ അച്ഛൻ അമ്മ അങ്ങനെയെല്ലാം പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞു, അല്ല നമ്മളിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അതൊന്ന് അമ്മമ്മേനെ കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം. എന്നാൽ പിന്നെ എന്നെ ഒന്ന് കേൾപ്പിക്ക്, എന്നാൽ അത് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ 2 മക്കളാണ്. ഇളയ മോൻ്റെ മോനാണ് അധീഷ്, മൂത്ത മോൻ്റെ മോളാണ് ശ്രീയ. കുഞ്ഞുമോൻ ഇളയ മോൻ്റെ മോനാണ്. ഒരു മോനും കൂടിയുണ്ട്, ഓനെടിയോ കളിക്കാൻ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അധീഷാണ് ഇപ്പം ആദ്യം തന്നെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവൻ്റെ പ്രസംഗം കേൾക്കാം. Good evening everybody. Today I would like to talk about discipline. Discipline is most important in everyone's life. Without discipline we cannot lead a happy life. As a student we must learn these things from our childhood. School is the best place to learn discipline. We should obey our teachers and respect our elders. Dear friends, we are the future generation, so we must develop discipline. Let me conclude my words. Thank you. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികളാണ് മുൻകാലങ്ങളിലുള്ള അധ്യാപകരെയെല്ലാം സ്വീകരിക്കുകയും എല്ലാം ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മലയാളത്തിൽ ഓരോരോ അധ്യാപകരെയും സ്വീകരിച്ചിരുത്തിയതും അല്ല ഇവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ അതും കൂടി ഒന്ന് കേൾക്കാം. മധുമാഷ സ്വീകരിച്ചത് അധീഷാണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ മധുമാഷ എങ്ങനെയാണ് സ്വീകരിച്ചത്? വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഈ പരിപാടിയിൽ നമുക്കേവർക്കും പ്രിയപ്പെട്ട മധുമാഷിനെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ കടമ. 1957 ജൂലൈ 1 മാഷ് വേശാല സ്റ്റേറ്റ് സ്കൂളിലെ അധ്യാപകനായി ചേർന്നത്. ഇപ്പോൾ പുഴാതി ഗവൺമെൻറ് യു.പി. സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടാണ് വിരമിക്കുന്നത്. അതിനുശേഷം 9ഓളം സ്കൂളുകളിൽ ജോലി ചെയ്തു. 37 വർഷം നീണ്ട അധ്യാപക ജീവിതം മാഷിന് ഒരുപാട് അനുഭവം നൽകിയിരിക്കുന്നുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി സ്നേഹിയും കൂടിയാണ് മധുമാഷ്. മാഷിനെ ഈ പരിപാടിയിൽ കാണാനും കേൾക്കാനും സാധിക്കാറുണ്ട്. ഈ പരിപാടിയിൽ മാഷിനെ ക്ഷണിക്കുന്നു. അടിപൊളിയായി കേട്ടാ. ഇനി അടുത്തത് ശ്രീയ. Good morning all of you. Today I am going to speak few words about good habits. The main good habits are get up early in the morning, brush your teeth twice a day,
Take your bath every day. Comb your hair neatly. Wash your hand before and after having food. Cut your nails neatly. Wear clean clothes. Go to bed on time. Please all of you follow these good habits. Thank you. അടിപൊളിയായി കേട്ടാ. അപ്പോൾ നീ ആരെയാന്ന് മലയാളത്തിൽ സ്വീകരിച്ചെന്ന് പറഞ്ഞ കുഞ്ഞിരാമാഷ് തന്നെയാ? കുഞ്ഞിരാമാഷ് എങ്ങനെയാണ് സ്വീകരിച്ചേ? വേദിയിരിക്കുന്ന ബഹുമാനവരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, ദീർഘകാലം ഈ സ്കൂളിലെ അധ്യാപകനായിരുന്ന കുഞ്ഞിരാമ മാഷിനെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ കടമ. 32 വർഷത്തോളം നമ്മുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു. 1992 മുതൽ പ്രധാന അധ്യാപകനായിരുന്നു. 2002 മാഷ് നമ്മുടെ സ്കൂളിൽ നിന്നും പടിയിറങ്ങിയത്. എങ്കിലും മാഷ് നമ്മുടെ സ്കൂളിൻ്റെ മിക്ക പരിപാടികളിലും എത്തിച്ചേരാറുണ്ട്. മാഷിനെ നേരിട്ട് കാണാനും അറിയാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ മാഷിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നല്ല പ്രസംഗം. അപ്പോൾ നമ്മളെ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികളെ ചേർക്കാനെല്ലാം മടിക്കുന്നവർക്ക് ഒരു നല്ല അനുഭവമാവും. ഈ ഒരു സ്കൂളിനെ മാത്രം അങ്ങനെ എടുത്ത് പറയുന്നില്ല, നമ്മളെ എല്ലാ സ്കൂളും മലയാളത്തിൻ്റെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്കൂളും ഇംഗ്ലീഷ് മീഡിയത്തിൽ സാധാരണക്കാരെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാലേ എൻ്റെ കുട്ടികൾ പഠിക്കൂ, അങ്ങനെയുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. നമുക്കും ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്നല്ല. പക്ഷേങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചു നോക്കുമ്പോൾ ഇവർക്ക് ഇത്രയും നല്ല ഈ മാറ്റം ഉണ്ടായത് ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ നമ്മൾ 1-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു അക്ഷരം മാത്രമാണ് പഠിക്കുന്നത്. 2-ാം ക്ലാസ്സിൽ നിന്നാണ് അച്ഛൻ അമ്മ അങ്ങനെയെല്ലാം പഠിക്കുക. 1-ാം ക്ലാസ്സിൽ തന്നെ അവർ എന്താ പറയുക വലിച്ചു കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് നമ്മളെ 1-ാം ക്ലാസ്സിൽ എത്രയോ തവണ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണം, അങ്ങനെയുള്ള കാലമാണ്. അപ്പോൾ ഇപ്പം ഇത്രയും ഒരു മാറ്റമാണ് നമ്മളെ സാധാരണ സ്കൂളിന്. അതുമാത്രമല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഇവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സ്വഭാവം കുട്ടികളെ, അതുപോലെ തന്നെ അധ്യാപകരും കുട്ടികളും ഇന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ പോലെയാണ്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് അധ്യാപകരെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക അത്രക്കും പേടിയാണ്. അവരെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതാൻ വിചാരിച്ചത് തന്നെ എഴുതാൻ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയായിരിക്കും. അങ്ങനെയുള്ളൊരു കാലമാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു സൗഹൃദമാണ് അവരുണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല മാറ്റം കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതീഷിനും ശ്രീയക്കും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം കൊടുക്കണം. താങ്ക് യു.